ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തിരികെ കാട്ടിലേക്ക് കയറ്റി. കല്ലൂർ പുഴ കടന്നെത്തിയ കാട്ടാനകളെ മുളരിങ്ങാട് ഭാഗത്തേക്കാണ് തുരത്തിയത്. സ്ഥലം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സംഭവസ്ഥലത്ത് തുടരുന്നുണ്ട്. ആൽവിൻ തോമസിന്റെ റിപ്പോർട്ടിലേക്ക്. കടവൂർ കല്ലൂർ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ ഇപ്പോൾ തുരത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ കാളിയാർ റേഞ്ച് ഓഫീസിൻ്റെ പരിസരത്ത് റേഞ്ചിലേക്കാണ് കടത്തിയിരിക്കുന്നത്. വനമേഖല കാളിയാർ മേഖലയാണ്. നമുക്ക് ഈ പിന്നിൽ കാണുന്ന മേഖല എന്ന് പറയുന്നത്. അതിന് തൊട്ടപ്പുറം മുള്ളരിങ്ങാട് എന്ന് പറയുന്ന വനമേഖലയാണ്. അങ്ങോട്ടേക്ക് കാട്ടാനകളെ ഇപ്പോൾ ഫോറസ്റ്റ് RRT സംഘം ഉൾപ്പെടെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇവിടെ ഇപ്പോൾ എത്തി ഈ കാട്ടാനകളെ രണ്ടെണ്ണത്തിനെയും 2 കൊമ്പന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. 2 കൊമ്പന്മാരെയും ഇപ്പോൾ അങ്ങോട്ടേക്ക് തുരത്തിയിട്ടുണ്ട്. ഇപ്പോൾ DFO കോതമംഗലം DFO അടക്കമുള്ളവർ ഉണ്ട്. ഇവിടെ MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകളുമൊക്കെ ഉണ്ട്. ഇപ്പോൾ എങ്ങനെ നമ്മൾ കാട്ടാനകളെ തുരത്തി എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പോൾ നിലവിൽ വനമേഖലയിലെത്തി. അതൊരു ആശ്വാസകരമായ അവസ്ഥയാണ്. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം വളരെ ഫലപ്രദമായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. 2 ആനകൾ ചരിത്രത്തിലാദ്യമായി കടവൂർ ടൗണിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കടവൂർ ടൗണിലേക്ക് ആന എത്തി എന്ന് പറഞ്ഞാൽ എത്ര ആശ്ചര്യജനകമാണ്. പാതിരാത്രി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. കോതമംഗലം DFO കൂടി നമുക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആനകളെ കയറ്റി വിട്ടു എന്ന് പറയാം, ഒരു തരത്തിൽ ആശ്വാസം എന്ന് പറയാം. പക്ഷേ ഇത് തിരിച്ചിറങ്ങാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ഇത് മുള്ളരിങ്ങാട് ഭാഗത്ത് ഒരു 3 ബാച്ചലർ ഹേർഡായിട്ട് ഒരു 3 കൊമ്പന്മാരുള്ളതിൽ 2 ആണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. നമുക്ക് മനസ്സിലായിടത്തോളം അവർ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഡോസയിലാണ്. അപ്പോൾ നമ്മൾ ഓടിച്ചു വിട്ടപ്പോൾ അവർ തിരിച്ച് മുള്ളരിങ്ങാട് ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രണ്ടിലോട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു ബേബി എലിഫൻ്റ് ഉണ്ട്, ഒരു കാഫ് ഉണ്ട്. അപ്പോൾ ഈ കാഫും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതിന് മുന്നോട്ട് നീങ്ങാനായിട്ട്. അതിനുള്ള പ്ലാൻ വരുന്നുണ്ട്. മുള്ളരിങ്ങാട് വനമേഖലയിലേക്കാണ് ഇപ്പോൾ ഈ കാട്ടാനകളെ തുരത്തിയിട്ടുള്ളത്. ഇത് തിരിച്ച് കടന്നു വരാതിരിക്കാൻ ഫെൻസിംഗ് നടപടികൾ ഉടൻ തന്നെ അടിയന്തരമായി ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ കോതമംഗലം DFO അടക്കമുള്ള ആളുകൾ, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, RRT സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്.